നമസ്കാരം. ഇന്ന് നമ്മളിവിടെ സൗത്ത് ഇന്ത്യയിലത്തെ വളരെ റിച്ചും ക്രീമി ആയിട്ടുള്ള സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് വന്നിട്ട് പാൽക്കോവയാണ്. ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ ആറിയ പാലിനെ ഒരു തിക്കായിട്ടുള്ള പാനിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 2 കപ്പ് പാൽപ്പൊടി, 1/2 കപ്പ് പഞ്ചസാര, പിന്നെ ഒരു ക്യൂബ് ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വിസ്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പാൽപ്പൊടിയും പിന്നെ പഞ്ചസാരയും പാലിൽ നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. വെണ്ണ വന്നിട്ട് പാൽ ചൂടാക്കുമ്പോൾ അതിൽ മിക്സായി വരുന്നതായിരിക്കും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് പാലിനെ തിളപ്പിക്കാൻ വെക്കാം. എന്നിട്ട് അതിനെ ഇടയിലൊന്ന് ഇളക്കി കൊടുക്കാം, അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 40 അല്ലെങ്കിൽ 45 മിനിറ്റ് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുമ്പോഴാണ് പാൽ കട്ടിയായി വരിക. പാൽപ്പൊടി വന്നിട്ട് പാലിനെ കട്ടിയാവാൻ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പാല് കട്ടിയായി വരുമ്പോൾ കൈവിടാതെ ഇളക്കണം. അപ്പോൾ അതാണ് പാൽക്കോവയുടെ ഒരു പ്രത്യേക ടേസ്റ്റിനും കൂടിയും അതാണ് കാരണം. ഒന്ന് തിക്കായി വന്നതിന് ശേഷം നമുക്കതിനൊരു ബൗളിലേക്ക് മാറ്റാം. കയ്യിൽ കുറച്ച് വെണ്ണ ഇട്ടിട്ട് നമുക്ക് ചെറിയൊരു പോർഷൻ എടുത്ത് നമുക്ക് പാൽക്കോവയുടെ ഷേപ്പാക്കി എടുക്കാം. നമുക്ക് കടയിൽ മൗൾഡ്സ് കിട്ടും സൂപ്പർ മാർക്കറ്റിൽ. നിങ്ങൾക്ക് അത് വെച്ചിട്ടും അതിന് ഷേപ്പും ഡിസൈനൊക്കെ ആക്കാം. ഇവിടെ ഞാനൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് ഇതിനെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കോവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ടിപ്സ് എന്തൊക്കെയെന്ന് വെച്ചാൽ, നമ്മൾ വെണ്ണ ചേർക്കുമ്പോൾ ആദ്യം വന്നിട്ട് നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കാം. വെണ്ണ ചേർക്കുമ്പോൾ അത് അടി പിടിക്കാണ്ട് കുറേയൊക്കെ നമുക്ക് അത് സഹായിക്കുന്നതായിരിക്കും. പിന്നെ ഈ മിക്സ് വന്നിട്ട് കുറച്ച് ലൂസായിരിക്കുമ്പോൾ തന്നെ നമ്മളതിനെ സ്റ്റൗവിന് ഓഫ് ചെയ്തിടണം. എന്തെന്ന് വെച്ചാൽ ആറിയതിൻ്റെ ശേഷം കുറച്ചുകൂടി ആ മിക്സ് കട്ടിയാവും. കൂടുതൽ കട്ടിയായി കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പി ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്